ഹായ് സുഹൃത്തുക്കളെ, വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഗിരീഷ് കുമാർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ കണ്ടോലിൻ ബീച്ചാണ്. നോർത്ത് ഗോവയിലെ വളരെ പ്രശസ്തമായ കണ്ടോലിൻ ബീച്ച് വാട്ടർ സ്പോർട്സിനൊക്കെ വളരെ പ്രശസ്തമാണ്. ഇപ്പം വാഗ ബീച്ച് കഴിഞ്ഞാൽ കൂടുതലും വാട്ടർ സ്പോർട്സ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്തിച്ചേരുന്ന ഒരു ബീച്ചാണ് ഈ കണ്ടോലിൻ ബീച്ച്. വളരെ മനോഹരമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഈ വാട്ടർ സ്പോർട്സ്, അതായത് പാരാഗ്ലൈഡിങ്ങും അതേപോലെ തന്നെ ബോട്ടിങ്ങും അഡ്വഞ്ചറായിട്ടുള്ള പല ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്ന പൈസ അത് വലിയ എമൗണ്ട് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അതിലുപരി ഈ ബോട്ടിൻ്റെ യഥാർത്ഥ ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല നമ്മളിത് പൈസ മേടിച്ചുകൊണ്ട് പോകുന്നത്, വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അവസാനം ബോട്ടിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ കണ്ടോലിൻ ബീച്ചിൽ വരുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ആളുകളെ മാത്രം കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൈസ കൊടുക്കുകയും സ്പോർട്സുകൾ ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. വളരെ മനോഹരമാണ് ബീച്ച്. അതായത് വാഗ ബീച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന നോർത്ത് ഗോവയിലെ വളരെ പ്രശസ്തമായൊരു ബീച്ചാണ് കണ്ടോലിൻ ബീച്ച്. ഒരുപാട് കുടയൊക്കെ കിട്ടും. അതിരുന്ന് നല്ല വെയിലാണ്, വെയിലുള്ള സമയമാണ്, നല്ല വെയിലാണ്. അപ്പോൾ വെയിലാകുമ്പം നമുക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ അതിനതാണ്ട് ഈ കുടയൊക്കെ നമുക്ക് ഇത് കലങ്കുട്ടി ബീച്ച് എന്ന് പറയും. കലങ്കുട്ടി ബീച്ച് അടുത്തൊരു ബീച്ചാണ് കലങ്കുട്ടി ബീച്ച്. ഗോവയിലെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു ബീച്ചാണ് കലങ്കുട്ടി ബീച്ച്. സാമാന്യം തെറ്റില്ലാത്തൊരു ബീച്ചാണ്, ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട്. എന്നാൽ വാഗ ബീച്ച് പോലെ കണ്ടോലിൻ ബീച്ച് പോലെ അത്ര തിരക്കൊന്നും നമുക്ക് ആ ബീച്ച് കാണാൻ സാധിക്കത്തില്ല. കുൽഫി അവിടെ ഉണ്ടാക്കിയ പ്രാദേശികമായിട്ട് നിർമ്മിച്ച കുൽഫിയാണ്, കാഷ്യൂ കുൽഫിയാണിത്. നല്ല രുചിയാണ്. ഞാൻ കഴിച്ചില്ല, എങ്കിലും കഴിച്ചവരൊക്കെ പറയുന്നത് വളരെ നല്ലതായിരുന്നു, നല്ല കുൽഫിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ധൈര്യമുണ്ടെങ്കിൽ, അതായത് ഇവരെ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ധൈര്യം ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇഷ്ടംപോലെ തരത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ, ഏകദേശം നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, സ്പാനിഷ്, അതേപോലെ തന്നെ റഷ്യൻ ഫുഡുകളൊക്കെ നമുക്കിവിടെ എല്ലാം അവൈലബിളാണ്. ആവശ്യമുള്ളവർക്ക് കഴിക്കാം. ഇതാണ് അഞ്ജന ബീച്ച്. എനിക്ക് വാഗ ബീച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കല്ലൊക്കെ പറക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ കല്ലൊക്കെ പറക്കി കൊണ്ട് പോകുക വീട്ടിൽ മീൻ വളർത്തുന്ന ടാങ്കിനകത്തിടാൻ വേണ്ടി. വാഗ ബീച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബീച്ച് എന്ന് പറഞ്ഞത് ഈ അഞ്ജന ബീച്ചാണ്. വളരെ മനോഹരമാണ്. അതിനകത്ത് ഇറങ്ങി അതിനകത്ത് കുറേ ഉള്ളിലോട്ട് നമുക്ക് പോകണ്ട. ഈ കല്ലുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ കല്ല് ചവിട്ടിയൊക്കെ നമുക്ക് വളരെ ഉള്ളിലോട്ട് പോകാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ബീച്ചാണ് അഞ്ജന ബീച്ച്. എല്ലാവരും മസ്റ്റ് വാച്ചഡാണ്. അതായത് വാഗ ബീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയൊരു ബീച്ച് ഈ വാഗ ബീച്ചാണ്. വരുന്നവർ എല്ലാ ആളുകളും കൂടുതൽ ടൂറിസ്റ്റുകളും വരുന്നത് എപ്പോഴും വാഗ ബീച്ചിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുപോരാ അഞ്ജന ബീച്ചിലും വന്ന് അത് നമ്മൾ കാണാം. വെള്ളത്തിലിറങ്ങി അവിടെ ആസ്വദിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല, പക്ഷേ അതിന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്, അത് മനോഹരമാണ്. അത് ഒരു ബീച്ചിലും എനിക്കത് ഫീൽ ചെയ്തില്ല. അപ്പോൾ വാഗ ബീച്ചിലോ അല്ലെ കണ്ടോലിൻ ബീച്ചിലോ കലങ്കുട്ടി ബീച്ചിലോ ഒന്നും എനിക്കത് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇവിടെ അഞ്ജന ബീച്ചിൽ കിട്ടിയൊരു ഫീല് അത് മനോഹരമാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. അത്ര മനോഹരമായിട്ട് ആ പച്ചപ്പും അതേപോലെ ആ വെള്ളത്തിൻ്റെ നീലിമയും, കടൽ വെള്ളത്തിൻ്റെ നീലിമയും, കുറേയേറെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള അതിൻ്റെ ഒരു രീതിയുമൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം നോർത്ത് ഗോവയിൽ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും അഞ്ജന ബീച്ച് കാണണം. തോനെ ആളുകളൊന്നും ഈ പ്രദേശത്തോട്ട് വരാറില്ല, അഞ്ജന ബീച്ചിലോട്ടൊന്നും തോനെ ആൾക്കാർ വരാറില്ല. പക്ഷേ വന്നാൽ അത് നിങ്ങളുടെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആവും എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി ഒക്കെ നിന്നിട്ടുണ്ട്. സൂക്ഷിച്ച് വേണം, കാലൊക്കെ അതിനകത്തൊക്കെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ കാലൊക്കെ മുറിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, തെറ്റലുണ്ട്, വഴുക്കലിനകത്തൊക്കെ ചെന്ന് വേണം കടലോട്ടേ വീടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഈസിയായിട്ട് കാണുവാൻ പറ്റുന്ന മനോഹരമായൊരു പ്രദേശമാണ് അഞ്ജന ബീച്ച്.